Welcome back, my dear students, on a new lecture on matrix theory. So, നമ്മൾ previous lectures-ൽ നമ്മൾ റാങ്ക് ഓഫ് എ മെട്രിക്സ് കണ്ടുപിടിക്കുന്നതിൻ്റെ രണ്ട് ഡിഫറെൻറ്റ് ടെക്നിക്സ് യൂസ് ചെയ്തു. From this lecture onwards, we will be discussing about application of rank. റാങ്കിൻ്റെ ആപ്ലിക്കേഷൻസ് എന്താണ് എന്നതാണ് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. So, the first application is the solution of homogeneous system of linear equations. നമുക്ക് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിനെ ഹോമോജീനിയസും നോൺ ഹോമോജീനിയസും ആയിട്ടുള്ള സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനെ നമുക്ക് റാങ്ക് എന്ന കൺസെപ്റ്റ് വെച്ചിട്ട് യൂസ് ചെയ്തുകൊണ്ട് സോൾവ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് എ ലീനിയർ ഇക്വേഷൻ. സോ ഒരു ഇക്വേഷൻ ഹാവിങ് ദ പവർ ഓഫ് എവരി വേരിയബിൾ ഈസ് 1 അങ്ങനെയുള്ള ഇക്വേഷൻസിനെയാണ് നമ്മൾ ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് a1 x1 plus a2 x2 is equal to b1. This is a linear equation. കാരണം ഇവിടുത്തെ വേരിയബിൾസ് x1ഉം x2ഉമാണ്. രണ്ടിൻ്റെയും ഡിഗ്രി അല്ലെങ്കിൽ പവർ 1 ആണ്. ഓക്കെ, അങ്ങനെയുള്ള ഇക്വേഷൻസിനെയാണ് ലീനിയർ ഇക്വേഷൻസ് എന്ന് സാധാരണയായിട്ട് വിളിക്കുന്നത്. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എന്ന് വെച്ചാൽ ലീനിയർ ഇക്വേഷൻസിൻ്റെ ഒരു കളക്ഷനെയാണ്. ഇപ്പോൾ ഇവിടെ എക്സാക്ട്ലി ഒരു ലീനിയർ ഇക്വേഷൻസിനേ ഉള്ളൂ. ഒന്നിലധികം ലീനിയർ ഇക്വേഷൻസിൻ്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇൻ ജനറൽ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് നമ്മൾ സാധാരണയായിട്ട് എഴുതുന്നത് a11 x1 പ്ലസ് a12 x2 പ്ലസ് എക്സെട്ര പ്ലസ് a1n xn is equal to b1. അടുത്തത് a21 x1 പ്ലസ് a22 x2 പ്ലസ് എക്സെട്ര a2n xn is equal to b2. ലാസ്റ്റ് am1 x1 പ്ലസ് am2 x2 പ്ലസ് എക്സെട്ര mn xn is equal to bm, where x1, x2, etc. xn are variables and aij, where I varies from 1 to n and j varies from 1 to n are constants. This is the general form of a system of linear equations. So ഇവിടെ ഒരു കളക്ഷൻ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആണ്. ഫസ്റ്റ് ലീനിയർ ഇക്വേഷൻ ആണ്. ഇവിടുത്തെ വേരിയബിൾസ് x1 x2 എക്സെട്ര xn ആണ്. എല്ലാത്തിൻ്റെയും പവേഴ്സ് 1 ആണ്. സോ ദിസ് ഈസ് ലീനിയർ ഇക്വേഷൻ. സെക്കൻഡ് വൺ ഈസ് ഓൾസോ x1 x2 എക്സെട്ര xn ഉള്ള ഒരു ലീനിയർ ഇക്വേഷൻ ആണ്. ഇങ്ങനെ കളക്ഷൻ ഓഫ് ടോട്ടൽ m ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ് n വേരിയബിൾസ് ഉണ്ട്. x1 x2 എക്സെട്ര xn വേരിയബിൾസ് m ഇക്വേഷൻ. ഇനിയും ഈ ഇക്വേഷൻ്റെ അകത്ത് x1ൻ്റെയും x2ൻ്റെയും എക്സെട്ര xnൻ്റെ എന്ത് വാല്യൂസ് ഇട്ട് കൊടുത്താൽ ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, ആ വാല്യൂസിനെയാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം x1 ചിലപ്പോൾ 1, x2 ചിലപ്പോൾ 2, xn is equal to 10 എന്ന് വെച്ചോളൂ. അങ്ങനെ കൊടുത്താൽ ഈ ഇക്വേഷൻസിൻ്റെ എല്ലാം കണ്ടീഷൻസ്, അല്ലെങ്കിൽ അങ്ങനെ കൊടുത്താൽ ഇത് ആൻസർ b1 കിട്ടും, ഇത് ആൻസർ b2 കിട്ടും, ഇത് ആൻസർ bm കിട്ടും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടുന്ന ഒരു കളക്ഷനെയാണ് നമ്മൾ സാധാരണയായിട്ട് ആ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലാക്കി, അതിൻ്റെ ജനറൽ ഫോം എന്താണെന്ന് മനസ്സിലാക്കി. നൗ ഈ ഇക്വേഷൻസിനെ നമ്മൾ ഒരു മെട്രിക്സിൻ്റെ രൂപത്തിൽ നമുക്ക് മാറ്റി എഴുതാം. ഓക്കെ, സോ if I put, if capital A is equal to a11 a12 etc. a1n a21 a22 etc. a2n etc. am1 am2 etc. amn ഇങ്ങനെ ഒരു ഫോമിലാക്കിയാൽ and x is equal to column matrix
x1 x2 etc. xn ആക്കി b is equal to b1 b2 etc. bm. ഓക്കെ, ഇങ്ങനെ ആക്കിയാൽ നമ്മൾ ഈ മെട്രിക്സിനെ ax അതായത് a ഇൻറ്റു എക്സ് കണ്ടുപിടിക്കുമ്പോൾ സോ a11 etc. a1n a21 etc. a2n etc. am1 etc. amn. ബാക്കി ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ട്, ഞാൻ എഴുതാത്തതാണ്. സോ ഇൻറ്റു x1 x2 etc. xn. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എപ്പോഴും താഴോട്ടാണ്. സോ a11 x1 പ്ലസ് a12 ഇവിടെ a12 ഉണ്ട്, a12 ഇവിടെ x2 ഉണ്ട്, പ്ലസ് a12 x2 പ്ലസ് a13 x3 etc. a1n xn. This is the first entry. Second entry എന്ന് വെച്ചാൽ a21 x1 പ്ലസ് etc. a2n xn. ലാസ്റ്റ് am1 x1 പ്ലസ് etc. amn xn. ഓക്കെ, ഇതാണ് നമുക്ക് മെട്രിക്സ്. അപ്പം നമ്മൾ ax ഈസ് ഈക്വൽ ടു b എന്ന് എഴുതിയാൽ ഓക്കെ, a11 x1 plus a12 x2 etc. a1n xn is the first entry of b. That is a11 x1 plus etc. a1n xn is b1. a12 x2 plus etc. a21 x1 plus etc. a2n xn is actually b2 etc. am1 x1 plus amn xn is actually bn. Okay, അപ്പോൾ നമുക്ക് the basic idea is ഈ system of equations we can actually write in the form ax is equal to b. Okay, where a is this matrix and b is this, x is this matrix and b is this matrix. Okay, variables in the matrix ആണ് x, constants in the matrix ആണ് a. Now അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ax is equal to b എന്ന് പറയുന്ന ഈ മെട്രിക്സിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒബ്ജക്റ്റീവ്. ഓക്കെ, ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഓക്കെ, ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യം. ഒന്നാമത്, ഇങ്ങനെ എഴുതുന്ന എല്ലാ ഇക്വേഷൻസിനും സൊല്യൂഷൻ കാണണമെന്ന് നിർബന്ധമില്ല. എല്ലാ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനും സൊല്യൂഷൻ ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, സോ അതിനൊരു എക്സാമ്പിൾ, x plus 2y is equal to 3 and x plus 2y is equal to 4. ഞാനൊരു സിസ്റ്റം ഓഫ് ഇവിടെ രണ്ട് ഇക്വേഷൻ ഉണ്ട് ഇവിടെ. ഓക്കെ, ഇനി സൊല്യൂഷൻ ഉണ്ടോ? ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ പറയുന്നത് എക്സ് പ്ലസ് 2y ആൻസർ എക്സും 2 times y കൂട്ടുമ്പോൾ ആൻസർ 3 കിട്ടുന്നു. ഇവിടെ പറയുന്നത് എക്സ് പ്ലസ് 2y is equal to 4. ഇതിന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് സെയിം ആയതുകൊണ്ട് എക്സ് പ്ലസ് 2y is equal to 3 which is equal to 4. That implies x3 is equal to 4 എന്ന് കിട്ടി. അപ്പോൾ ഇതിന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ 3ഉം 4ഉം എന്തായിരിക്കണം? സെയിം ആയിരിക്കണം, വിച്ച് ഈസ് നോട്ട് പോസിബിൾ. സോ ഇറ്റ് ഹാസ് നോ സൊല്യൂഷൻ. സോ മനസ്സിലാക്കുക, എല്ലാ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനും എന്ത് കാണണമെന്നില്ല, സൊല്യൂഷൻസ് കാണണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഓക്കെ, വളരെ കുറച്ച് സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന് മാത്രമേ സൊല്യൂഷൻ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ സൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ വേരിയബിൾസ് ഉണ്ട്, ഈ എക്സ് ആണ് വേരിയബിൾസ്. ഈ ഇക്വേഷൻസിന്റെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന വേരിയബിൾസിന്റെ വാല്യൂസിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. സോ സൊല്യൂഷൻ is the set of values x1, x2, etc. xn which satisfies the m equations. ഇക്വേഷൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന x1, x2, etc. xന്റെ വാല്യൂസിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാ സിസ്റ്റവും സൊല്യൂഷൻ കാണണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ സൊല്യൂഷൻ ഉള്ള സിസ്റ്റത്തെയാണ് നമ്മൾ കൺസിസ്റ്റന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എ സിസ്റ്റം ഓഫ് ഇക്വേഷൻ which has a solution is called
കൺസിസ്റ്റന്റ് സിസ്റ്റം. ഓക്കെ, സൊല്യൂഷൻ ഇല്ലാത്ത സിസ്റ്റത്തെ നമ്മൾ എന്ത് വിളിക്കും? ഇൻകൺസിസ്റ്റന്റ് എന്ന് വിളിക്കും. അപ്പം നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സിസ്റ്റം തന്നിട്ടുണ്ടെങ്കിൽ, സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത് കൺസിസ്റ്റന്റ് ആണോ ഇൻകൺസിസ്റ്റന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. കൺസിസ്റ്റന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആകുക വെച്ചാൽ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഇതിനു വേണ്ടിയാണ് നമ്മൾ റാങ്ക് യൂസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു ബിയുടെ സ്ഥാനത്ത് ബി ഈസ് ഈക്വൽ ടു 0 മെട്രിക്സ്. ഇങ്ങനെയുള്ള സൊല്യൂഷനാണ്, ഇക്വേഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഇക്വേഷൻസിനെയാണ് നമ്മൾ ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന്. സോ എ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഓഫ് ദ ഫോം x is equal to 0 is called a homogeneous system. ഓക്കെ, എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന രൂപത്തിൽ വരുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ ഹോമോജീനിയസ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ സിസ്റ്റത്തിൻ്റെ അകത്ത് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ, എ ഇൻറ്റു 0 ഈസ് ഓൾവേസ് 0. ദിസ് ഈസ് ഇൻറ്റു എന്നാണ് മീൻ ചെയ്യുന്നത്. നമുക്ക് ഒഴിവാക്കാം. എ ടൈം 0 ഈസ് ഈക്വൽ ടു 0, വിച്ച് മീൻസ് എക്സ് ഈസ് ഈക്വൽ ടു 0 ഈസ് എ സൊല്യൂഷൻ. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 0 ഈസ് എ സൊല്യൂഷൻ. ഇത് എക്സ് ഈസ് ഈക്വൽ ടു 0 ഇതിൻ്റെ ഒരു സൊല്യൂഷനാണ്. which means this system is always consistent. So homogeneous system is always consistent. So അതിനൊരു സൊല്യൂഷൻ എങ്കിലും ഉണ്ട്. ആ സൊല്യൂഷനാണ് 0. 0 ഇതിൻ്റെ സൊല്യൂഷനാണ്. കാരണം എക്സിന് 0 കൊടുത്താൽ 0 ഇൻറ്റു ഏത് മെട്രിക്സ് എടുത്താലും വിച്ച് ഈസ് ഓൾവേസ് 0. ഓക്കെ, സോ ഈ സിസ്റ്റത്തിന് എപ്പോഴും ഒരു സൊല്യൂഷൻ ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഇതിന് എക്സാക്ട്ലി ഒരു സൊല്യൂഷനേ ഉള്ളൂ. ഓക്കെ, ക്യാൻ ദർ ബി മോർ സൊല്യൂഷൻ? അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷനാണ് 0 സൊല്യൂഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ക്യാൻ ദർ ബി മോർ സൊല്യൂഷൻ? മോർ സൊല്യൂഷൻ, ഒന്നിലധികം സൊല്യൂഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കും? അത് കണ്ടുപിടിക്കാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സാധാരണയായിട്ട് ഈ മെട്രിക്സ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്ത ഈ മെട്രിക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ സൊല്യൂഷൻ യുണീക്ക് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സേ ഫോർ വൺ മോർ തിങ്, a1x is equal to let's say b, a2x is equal to let's say the b1 b2. നമ്പർ ഓഫ് വേരിയബിൾസും നമ്പർ ഓഫ് ഇക്വേഷൻസും സെയിം ആണെന്ന് വെച്ചു. ഈ രണ്ട് സിസ്റ്റത്തിനും സെയിം നമ്പർ ഓഫ് ഇക്വേഷൻസും സെയിം നമ്പർ ഓഫ് വേരിയബിൾസും ആണെന്ന് വെച്ചു. ഇഫ് ദ സൊല്യൂഷൻ ഓഫ് either of equation is the solution of the other, we say that the system are equivalent. So രണ്ട് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഇക്വലൻ്റ് ആണെന്ന് പറയണമെങ്കിൽ ഈ ഫസ്റ്റ് സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻസ് എല്ലാം സെക്കൻഡ് സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ ആയിരിക്കണം, സെക്കൻഡ് സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എല്ലാം ഫസ്റ്റ് സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ ആയിരിക്കണം. ദിസ് ഈസ് ദി ഐഡിയ. അപ്പം നമ്മൾ ഈ ഒരു ഐഡിയ നമ്മൾ ഇക്വലൻ്റ് മെട്രിക്സുകൾ പഠിച്ചു. ഒരു രണ്ട് മെട്രിക്സുകൾ ഇക്വലൻ്റ് ആകണമെങ്കിൽ ഒന്നിൽ നിന്ന് മറ്റേത് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കണം. ഓക്കെ, സോ ഈ ഐഡിയ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റാങ്ക് കണ്ടുപിടിച്ചത്, എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ. അതേ ഐഡിയ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ മുമ്പിലുള്ള ചോദ്യം, ഒരു ഹോമോജീനിയസ് സിസ്റ്റത്തിന് ഒന്നിലധികം സൊല്യൂഷൻ ഉണ്ടോ? സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ എ സിമ്പിൾ ഫാക്ട് ഓഫ് ദിസ് മെട്രിക്സ് എ. ഓക്കെ, അപ്പം നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ, ഹോമോജീനിയസ് സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള സിമ്പിൾ ഐഡിയ comes from the following facts. The first thing is, if
റാങ്ക് ഓഫ് എ അല്ലെങ്കിൽ റോ ഓഫ് എ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് വേരിയബിൾസ്. Then the system has a unique solution or trivial solution, which is x is equal to 0. സോ ഇവിടെ നമ്മൾ ഇതിന് ഒറ്റ സൊല്യൂഷനേ ഉള്ളോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം മെട്രിക്സ് എയുടെ റാങ്ക് കണ്ടുപിടിക്കുക. മെട്രിക്സ് എയുടെ റാങ്കും നമ്പർ ഓഫ് വേരിയബിൾസ്, ഇവിടെ നമ്മൾ n വേരിയബിൾസ് ഉള്ള ഇക്വേഷൻ ആണ് കൺസിഡർ ചെയ്തത് x1 x2 എക്സെട്ര xn. മെട്രിക്സ് എയുടെ റാങ്കും നമ്പർ ഓഫ് വേരിയബിൾസും ഈക്വൽ ആണെങ്കിൽ ആ സിസ്റ്റത്തിന് എക്സാക്ട്ലി ഒരു സൊല്യൂഷനെ കാണത്തുള്ളൂ. ആ സൊല്യൂഷൻ എന്ന് വെച്ചാൽ 0 ആണ്. അപ്പോൾ ഇനി രണ്ടാമത്തെ കേസ്, ഇഫ് റാങ്ക് ഓഫ് എ which we say, let's say R, is less than the number of variables n, then the system has infinitely many solutions. So rank നമ്പർ ഓഫ് വേരിയബിൾസുമായിട്ട് ഈക്വൽ ആണെങ്കിൽ ഒരു സൊല്യൂഷനേ ഉള്ളൂ. റാങ്ക് നമ്പർ ഓഫ് വേരിയബിൾസിനെക്കാട്ടിലും ചെറുതാണെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ട്. ഈ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി വി അസൈൻ arbitrary values to n minus r variables, or unknowns, and determine the remaining r values using this. So ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. നമ്മൾ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് റാങ്ക് നമ്പർ ഓഫ് വേരിയബിൾസിനെക്കാട്ടിലും ചെറുതാണെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ട്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം n മൈനസ് ആ വേരിയബിൾസിന് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് നമ്മൾ അസൈൻ ചെയ്യണം. എന്നിട്ട് ആ വാല്യൂസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ള ആ വേരിയബിൾസിന്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. ദാറ്റ്സ് അവർ ഒബ്ജക്റ്റീവ്. സോ ദ കൺസെപ്റ്റ് ഈസ് ക്വൈറ്റ് സിമ്പിൾ. റാങ്ക് ഓഫ് എ മെട്രിക്സും നമ്പർ ഓഫ് വേരിയബിൾസും ഈക്വൽ ആണെങ്കിൽ ദ സിസ്റ്റം ഹാസ് ഓൺലി യുണീക് സൊല്യൂഷൻ, ദ ഹോമോജീനിയസ് സിസ്റ്റം. ദ സൊല്യൂഷൻ ഈസ് x is equal to 0. It has infinitely many solutions if rank of a matrix is less than the number of variables. This is the idea. So let's move on to this problem. So question: solve the following system of equation. നമ്മുടെ സിസ്റ്റമാണ് x1 minus 2x2 plus 3x3 is equal to 0. അടുത്തത് 2x1 plus x2 plus 3x3 is equal to 0. Next is 3x1 plus 2x2 plus x3 is equal to 0. ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് നമുക്ക് സോൾവ് ചെയ്യണം. So solution, this is of the form, ഇത് ax is equal to 0 എന്നുള്ള ഫോർമാറ്റിലാണ്. where a is ഇതിൻ്റെ കോൺസ്റ്റൻസ് ഓർഡറിൽ എഴുതുക. x1ൻ്റേത് കോൺസ്റ്റൻറ്റ് 1, x1ൻ്റെ കൂടെ വരുന്നത് 1, x2ൻ്റെ കൂടെ വരുന്നത് -2, x3യുടെ കൂടെ വരുന്നത് 3. താഴെ സെക്കൻഡ് ഇക്വേഷനകത്ത് x1ൻ്റെ കൂടെ വരുന്നത് 2, x2ൻ്റെ കൂടെ വരുന്നത് 1, x3യുടെ കൂടെ വരുന്നത് 3. മൂന്നാമത്തെ ഇക്വേഷനകത്ത് x1ൻ്റെ കൂടെ വരുന്നത് 3, x2ൻ്റെ കൂടെ വരുന്നത് 2, x3യുടെ കൂടെ വരുന്നത് 1. ദിസ് ഈസ് എ. എക്സ് ഈസ് നമ്മുടെ വേരിയബിൾസിനെ കോളം മെട്രിക്സ് എഴുതുക. അവിടെ 3 വേരിയബിൾസ് ഉണ്ട്, x1, x2, x3. സോ x1, x2, x3. സോ ഇവിടെ നമ്പർ ഓഫ് വേരിയബിൾസ്
is equal to 3. So റാങ്കും ഈ മെട്രിക്സ് എയുടെ റാങ്ക് നമ്പർ ഓഫ് വേരിയബിൾസുമായിട്ട് ഈക്വൽ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഹാസ് എ യൂണീക് സൊല്യൂഷൻ. റാങ്ക് നമ്പർ ഓഫ് വേരിയബിൾസിനെക്കാട്ടിലും ചെറുതാണെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടെന്ന് നമുക്ക് പ്രൂവ് ചെയ്യും. സോ ദ ഫസ്റ്റ് തിങ് ഈസ് വി ഹാവ് ടു ഫൈൻഡ് ദ റാങ്ക് ഓഫ് എ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് റാങ്ക് ഓഫ് എ. ഓക്കെ, റാങ്ക് ഓഫ് എ കണ്ടുപിടിക്കണം. നമ്മുടെ മെട്രിക്സ് എടുത്തു. നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള മെത്തേഡ് വെച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, സോ 1 - 2 3. ഞാൻ നോർമൽ ഫോം വെച്ച് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ 1ൻ്റെ താഴത്തെ എൻട്രീസ് എല്ലാം 0 ആക്കുക. 1ൻ്റെ താഴത്തെ എൻട്രീസ് 0 ആക്കാൻ വേണ്ടി ഇവിടെ ഫസ്റ്റ് എൻട്രി 1 ആണ്. സോ ഇത് 0 ആക്കാൻ വേണ്ടി ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കുറച്ചാൽ മതി. ഓക്കെ, സോ R2 implies R2 minus 2 R1 or R21 minus 2. അതുപോലെ R3 implies ഇതിനെ 0 ആക്കാൻ വേണ്ടി ഇവിടെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കുറച്ചാൽ മതി. R3 minus 3 R1. So R31 minus 3. So this matrix is equivalent to താഴത്തേത് 1 0 0 ആയി. ഓക്കെ, ഫസ്റ്റ് റോയ്ക്ക് വ്യത്യാസമൊന്നുമില്ല. സോ -2 3. ഇനി ഇവിടുത്തെ വ്യത്യാസം നമ്മൾ ഫസ്റ്റ് റോയ്ക്കകത്തെ എലമെൻസിനെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്തു എന്ന് വിചാരിച്ചാൽ മതി. സോ 1 - -2 ഇൻറ്റു 2. ഓക്കെ, സോ 1 -2 ഇൻറ്റു -2. അതായത് -2 ഇൻറ്റു -2 4. 4 + 1 becomes 5. നെക്സ്റ്റ് ഈസ് 3 - 2 ഇൻറ്റു 3. സോ 3 - 6 എന്ന് കിട്ടും, വിച്ച് ഈസ് -3. ഓക്കെ, ഇവിടെ നമ്മൾ അതുപോലെ ചെയ്യുന്നു. ഈ എൻട്രിയെ -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 ആയിട്ട് കൂട്ടും. സോ 2 -3. സോ 2 + -3 ഇൻറ്റു -2. ഓക്കെ, സോ 2 + 6 എന്ന് കിട്ടും, വിച്ച് ഈസ് ആക്ച്വലി 8. നെക്സ്റ്റ് ഈസ് 1 - 3 ഇൻറ്റു 3. ഓക്കെ, അതായത് -3 കൊണ്ട് ഈ 3യെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 ആഡ് ചെയ്യുന്നു. സോ 1 - 9 ഈസ് ആക്ച്വലി -8. ഓക്കെ, സോ ഇനി അടുത്തത് നമുക്ക് റൈറ്റ് സൈഡിൽ എലമെന്റ്സ് 0 ആക്കാം. 1ൻ്റെ റൈറ്റ് സൈഡിൽ എലമെന്റ്സ്. അതിനുവേണ്ടി കോളം ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്യും. സോ ഇവിടെ യൂസ് ചെയ്യേണ്ടത് C2 implies C2 + 2C1. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ ദിസ് ബിക്കംസ് 0. നെക്സ്റ്റ് C3 implies C3 - 3C1. ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സബ്ട്രാക്ട് ചെയ്താൽ ഇത് ഓക്കെ. ഇത് -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. സോ ദിസ് ബിക്കംസ് 1 0 0. ദിസ് ബിക്കംസ് 0. ദിസ് ബിക്കംസ് 0. ഓക്കെ, ഇവിടെ വ്യത്യാസമൊന്നുമില്ല. 5 + 2 × 0 which is 5. -3 × 0 which is -3. അതുപോലെ തന്നെ താഴത്തേതിനും വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഈ 5നെ നമുക്ക് 1 ആക്കണം. 5നെ 1 ആക്കാൻ വേണ്ടി ത്രൂ ഔട്ട് ഈ കോളത്തെ ഈ റോയെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വലന്റ് ടു 1 0 0 0 1 -3/5 0 8 8, where R2 is divided by R2/5. ഓക്കെ, സോ അടുത്തത് ഈ താഴത്തെ എൻട്രി നമുക്ക് 0 ആക്കണം. ഈ എൻട്രി 8 0 ആക്കാൻ വേണ്ടി ഇതിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കുറച്ചാൽ മതി. 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കുറച്ചാൽ മതി. സോ R3 implies R3 - 8 R2. ഓക്കെ, സോ R1ന് വ്യത്യാസമില്ല. 1 0 0. നമ്മൾ R2നും വ്യത്യാസമില്ല. 0 1 -3/5. R3ക്ക് ഫസ്റ്റ് എൻട്രി എടുക്കുക. 0 - 8 × 0, ദാറ്റ് ഈസ് 0. 8 - 8 × 1, 8 - 8 which is 0. 8, next is 8 - 8 × -3/5. Okay, so 8 + 24/5. So 40 +
24 by 5, which is 64 by 5. So this is 64 by 5. So this entry is actually minus 8. So this is actually minus 8. So minus 8 minus 40 plus 24. This is actually minus 24 by 5. So this is minus 24 by 5. Okay. So ഇനി അടുത്തത് ഈ മൈനസ് 3 by 5നെ 0 ആക്കണം. നിങ്ങൾക്ക് റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിൽ വേണമെങ്കിലും ആക്കാം, ഡസൻ മാറ്റർ. സോ ഇത് 0 ആക്കാൻ വേണ്ടി ഈ എൻട്രിയെ 3 by 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ മതി. സോ C3 ഈസ് C3 plus 3 by 5 into C2. So 1 0 0 0 1 0. കാരണം ഇത് 3 by 5 minus 3 by 5 എന്ന് കിട്ടും, which is 0 0 0 minus 24 by 5. ഓക്കെ. സോ ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, ഈ തേർഡ് എൻട്രി 1 ആക്കാം. തേർഡ് എൻട്രി 1 ആക്കാൻ വേണ്ടി നമ്മൾ R3 ഇത് 1 ആക്കാൻ വേണ്ടി നമ്മൾ മൈനസ് 5 by 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. R3 into minus 5 by 24. So first matrix becomes 1 0 0 0 1 0. So നമ്മുടെ ലാസ്റ്റ് എൻട്രി മൈനസ് 24 by 5 ആണ്. അതിനെ മൈനസ് 5 by 24 കൊണ്ട് ചെയ്യുമ്പോൾ the answer becomes 1. So 0 0 1. So rank of the matrix ഇത് I3 എന്നുള്ള ഫോമായി rank of A is equal to 3. So rank 3 ആണെങ്കിൽ it has a unique solution. So which is equal to number of variables. So which means it has trivial solution. ഇതിനൊറ്റ സൊല്യൂഷനേ ഉള്ളൂ. ആ സൊല്യൂഷൻ ട്രിവിയൽ സൊല്യൂഷൻ ആണ്. ദാറ്റ് ഈസ് x ഈസ് ഈക്വൽ ടു 0 മാത്രമാണ് ഇതിൻ്റെ സൊല്യൂഷൻ. x ഈസ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ x1 ഈസ് ഈക്വൽ ടു 0, x2 ഈസ് ഈക്വൽ ടു 0, x3 ഈസ് ഈക്വൽ ടു 0. ദിസ് ഈസ് ദ ഓൺലി സൊല്യൂഷൻ. ഓക്കെ. സോ ദിസ് ഈസ് ഹൗ വി ഫൈൻഡ്. നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാം. ദ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഈസ് ആദ്യം നമുക്ക് തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷനെ മെട്രിക്സ് ഫോമിലാക്കുക, എന്നിട്ട് നമ്പർ ഓഫ് വേരിയബിൾസ് എഴുതുക, എന്നിട്ട് റാങ്ക് ഓഫ് മെട്രിക്സ് കണ്ടുപിടിക്കുക. റാങ്കും നമ്പർ ഓഫ് വേരിയബിൾസും ഈക്വൽ ആണെങ്കിൽ ഹോമോജീനിയസ് സിസ്റ്റത്തിന് 0 മാത്രമായിരിക്കും സൊല്യൂഷൻ. റാങ്കും നമ്പർ ഓഫ് വേരിയബിൾസും ഈക്വൽ അല്ലെങ്കിൽ, അതായത് റാങ്ക് ലെസ് ദാൻ നമ്പർ ഓഫ് വേരിയബിൾസ് ആണെങ്കിൽ നമുക്ക് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.